നമ്മളിന്ന് കാശ്മീരിലേക്കാണ് പോകുന്നത്. കാശ്മീരൊക്കെ ഒന്ന് കണ്ടുവരാം. ദൂരെയുള്ള കാശ്മീരല്ല, മലപ്പുറത്തിൻ്റെ സ്വന്തം കാശ്മീർ. കേരളത്തിലെ ആ കാശ്മീരിൻ്റെ ചരിത്രവും വിശേഷങ്ങളും നമുക്ക് കാണാം. കാശ്മീർ എന്ന് കേട്ടപ്പോൾ നിങ്ങളങ്ങ് ഉത്തരേന്ത്യയൊക്കെ ആലോചിച്ച് കാണുമല്ലേ? അപ്പോൾ ഇതാ കാശ്മീരല്ല. എന്താണ് ഈ വേഷത്തില്? ഓഫീസിലേക്കല്ലേ? അപ്പോൾ നിങ്ങളല്ല പറഞ്ഞ കാശ്മീരിൽ പോകണമെന്നുള്ളത്? നമ്മൾ ഫുൾ സെറ്റാ, ഫുൾ വൈബായിട്ട് വന്നിട്ടുണ്ട്. എത്ര ദിവസത്തിന് നമ്മൾ പോകുന്നത്? എന്റെ പൊന്ന് ചങ്ങായിമാരെ, ആ കാശ്മീരല്ല ഈ കാശ്മീര്. ഇത് മലപ്പുറത്തിന്റെ കാശ്മീര്. രണ്ടാക്കും അവിടെ പരിചയമല്ല അല്ലേ? എന്നാ ആദ്യം അത് നമുക്ക് പരിചയപ്പെടുത്താം. വരി, കമാൺ. സന്ദീപ്, കാശ്മീർ എത്തി. വണ്ടി സൈഡാക്കി. ഹർഷക്കെ, ഇതാണ് മലപ്പുറത്തിന്റെ സ്വന്തം കാശ്മീർ. വെറുതെ ഈ പേര് വന്നൊന്നുമല്ല, ഇതിനൊരു അടിപൊളി ചരിത്രമുണ്ട്. ആ ഇരിക്കുന്ന ആളെ കണ്ടോ? അതാണ് ഇബ്രാഹിം ക. ഇവിടെ ഈ കാശ്മീർ എന്നുള്ള പേര് വന്ന കാലം മുതൽ ഇവിടെ ഉള്ള ആൾക്കാരാണ് കൃത്യമായിട്ട് പറഞ്ഞുതരും എന്താ ഈ പേര് വരാൻ കാരണം എന്ന്. വാ ഇബ്രാഹിം ക, നമസ്കാരം. ഈ സ്ഥലത്തിന് എന്താ കാശ്മീർ വന്നതെന്നുള്ള പേര് വന്നത് എങ്ങനെ? ഇവരോടൊന്ന് പറഞ്ഞു കൊടുത്തേ. ഒരു 44-45 വർഷം മുമ്പ് വന്ന പേരാണ്. അന്ന് ഞങ്ങളിവിടെ ഒരു ക്ലബ്ബിന് പേരിടാൻ ഇങ്ങനെ തിരയുന്ന ടൈമിൽ ഞങ്ങൾ കുറച്ച് യുവാക്കൾ, അന്നത്തെ യുവാക്കളെ കൊടുത്തപ്പെട്ടാണ് ഇന്ന് ഞാൻ, അതുപോലെ ഒരു 4-5 ആളുകൂടി ഉണ്ട്. അവരിപ്പോൾ ഇവിടെ സ്ഥലത്തില്ല. അപ്പോൾ അവർ വന്നിട്ട് ഞങ്ങളിങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്തപ്പോൾ നമ്മളിന്നൊരു ക്ലബിന് പേരെന്താ നോക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളിന്ന് കാശ്മീർ ക്ലബ്ബ് ആക്കിയാലോ എന്ന് പറഞ്ഞു ഒരാൾ. അങ്ങനെയാണ് തുടക്കം വന്ന്. പഴയകാലത്ത് വളരെ സൗന്ദര്യമുള്ള സ്ഥലം തന്നെയായിരുന്നു. മലകൾ നിരകൾ, അതുപോലെ തന്നെ കൃഷിയിടങ്ങൾ. പിന്നെ പഴയകാലത്ത് നമ്മളെ ഈ നാട്ടിൻ പ്രദേശം എന്ന് പറഞ്ഞാൽ കൃഷിയിടങ്ങളായിരുന്നു, കർഷകരാണ് കൂടുതൽ. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി കുറച്ച് നശിച്ചു. മരങ്ങളെല്ലാം വെട്ടി നശിക്കപ്പെട്ടു. അതുപോലെ തന്നെ മലകളെല്ലാം, കാടുകളെല്ലാം വെട്ടി തെളിച്ചു. അതുപോലെ തന്നെ കോറികൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പ്രകൃതിൻ്റെ കോട്ടം തട്ടൽ തുടങ്ങി. അപ്പൊ രണ്ടുപേർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. പക്ഷെ ശരിക്കുള്ള കാശ്മീരിന്റെ തണുപ്പ് ഇവിടെ ഉണ്ടാവില്ല. നല്ല ചൂടാ. ഈ കോട്ടൊക്കെ ഊരിക്കോ. എന്തായാലും നമുക്കേ സൈൻ ഓഫ് പറഞ്ഞിട്ട് പോവാം. ക്യാമറമാൻ അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. എന്തായാലും ഇനി നാളെ നമുക്ക് കാണാം ദേശത്തിന്റെ കഥകൾ.